ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും അടയാളങ്ങളൊന്നുമില്ലാതെ വരൾച്ച ഒന്നുമില്ലാതെ ഇരിക്കുന്നതിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് ക്രീം നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒപ്പം തന്നെ നല്ലൊരു സ്ക്രബ് ഇതുമായിട്ടാണ്. ഇതിന് നമുക്ക് വേണ്ടുന്നത് അരിയും ബദാമുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമലായിട്ടുള്ള പച്ചരി. ഇതിനെ നന്നായിട്ട് 2-3 വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് കുതിരാനായിട്ട് നല്ല വെള്ളത്തിലേക്ക് മാറ്റി വെച്ചേക്കണം. അങ്ങനെ കുതിർന്നിട്ടുള്ള പച്ചരിയാണ് ഈ കാണുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പാത്രത്തിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ബദാം ഇതുപോലെ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ടാൽ രാവിലെ ആകുമ്പം തൊലി കളയാനും അരയാനും നല്ല എളുപ്പമുണ്ടായിരിക്കും. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ ബദാമിൻ്റെ തൊലിയും മാറ്റിയിട്ട് കുതിർത്ത പച്ചരിയുമായിട്ട് ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതിനെ നന്നായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്യണം. അതായത് അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലൂടെയോ ഇതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ മിക്സിയിലൊക്കെ ഇട്ട് അരയാനായിട്ട് ഒരു 2 സ്പൂണെങ്കിലും ഇല്ലാതെയൊക്കെ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ പകുതി എടുത്തിട്ട് മാത്രം ബാക്കി ചേരുവകൾ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി പകുതി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞ് ഇത് ഒരു തവണ ഉണ്ടാക്കിയാൽ ഒരു 4-5 ദിവസത്തേക്കൊക്കെ ഉണ്ട്. ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന 2 നേരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് മസാജിങ് ക്രീമാണെന്ന് തന്നെ പറയാം. ഇതേ രീതിയിൽ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം പിന്നെ അരിപ്പയിൽ കിട്ടുന്ന ചെറിയ തരികളായിട്ടുള്ളതുണ്ട്, അത് നമുക്ക് കളയാനുള്ളതല്ല. അത് നമുക്കൊരു നല്ലൊരു ഫേസ് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. ഈ സ്ക്രബിങ് നമ്മൾ ഡെയിലി ചെയ്യരുത്. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ദിവസം മാത്രം അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഉടനെ തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ക്രബിങ്ങാണ്. നമ്മുടെ മുഖത്ത് കഴുത്തിലും പറ്റുമെങ്കിൽ കയ്യിലും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പച്ചരിയും അതുപോലെ തന്നെ ചേർത്തിട്ടുള്ള ബദാമും സ്കിന്ന് ഗ്ലോ ആയാനും നല്ല ഹെൽത്തി ആവാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകിയതിന് ശേഷം ഇനി നമുക്ക് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഈ ക്രീമുകളും സ്ക്രബിങ്ങും ഒക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കാൻ ബ്യൂട്ടി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഷുഗർ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പുറമേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഷുഗർ കുറയ്ക്കുന്നത്, ഷുഗർ പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പം ഞാനിതിൽ നിന്ന് അരിച്ചെടുത്തതിൽ നിന്നും പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. പകുതി അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഒന്നുകിൽ മാറ്റി വയ്ക്കുന്ന പകുതി 2 ദിവസത്തിന് ശേഷം വീണ്ടും നമുക്ക് ഈ ക്രീമിൽ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്കത് ഓവർ വേസ്റ്റാക്കി കളയണമെന്നില്ല. അതുകൊണ്ട് മറ്റേ പോർഷൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷം ഇത് ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രം മറ്റേതിനെ ക്രീമാക്കി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്വല്പം ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണിന് താഴെ ഉപയോഗിക്കാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അതുപോലെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂളിൽ നിന്ന് ഒരേ ഒരു ക്യാപ്സൂൾ പൊട്ടിച്ച് അതിൻ്റെ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. ഞാൻ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ കിട്ടിയ അലോവേര ജെല്ലാണ്. ഇത് വൗവിൻ്റെ ജെല്ലാണ്. വളരെ നല്ല ഒരു ജെല്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ അളവിലുള്ള നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള അരിയും ബദാമും കൂടി അരച്ചെടുത്തിട്ടുള്ളത് ഒരു ഏകദേശം 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിലേക്കാണ് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള നമുക്ക് എത്ര ക്രീമി കൺസിസ്റ്റൻസി വേണോ അതനുസരിച്ച് നമുക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ നിവ്യ ക്രീമൊക്കെ കിട്ടുന്നത് പോലെ ഇതുപോലെ നല്ലൊരു പതഞ്ഞ് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കുമ്പോൾ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊരു ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. ഡെയിലി രാവിലെയും വൈകിട്ടുമായിട്ട് 2 നേരം ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ നല്ല സ്കിൻ നല്ല ഗ്ലോ ആയി കിട്ടുന്ന, നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്ന, ഇത് കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് തികച്ചും നാച്ചുറലായിട്ടുള്ള കണ്ടൻസാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമുക്ക്
നമ്മൾ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തിരുന്നാൽ കേടായി പോവും. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മൾ എടുക്കുമ്പം ആ തണുപ്പോടെ തന്നെ മുഖത്ത് തേക്കാൻ പ്രശ്നമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് ശേഷം നന്നായിട്ട് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. സാധാരണ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരുപാട് പേര് വീഡിയോ കണ്ടു പോകുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.